ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എയർ പൊല്യൂഷൻ എപ്പിസോഡ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എയർ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ മൊഡ്യൂൾ 1 ഒരു ചാപ്റ്ററാണ് എയർ പൊല്യൂഷൻ എപ്പിസോഡ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു എയർ പൊല്യൂഷൻ എപ്പിസോഡ്സ് എന്ന് പറയുന്ന സെഷനിൽ നിന്നും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് എയർ പൊല്യൂഷൻ എപ്പിസോഡ്സ് ആൻഡ് അതിൻ്റെ ഡീറ്റെയിൽസ്. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് എയർ പൊല്യൂഷൻ എപ്പിസോഡ്സ് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. സോ എയർ പൊല്യൂഷൻ എപ്പിസോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ എയറിൽ വരുന്ന പൊല്യൂഷൻസിൻ്റെ റിസൾട്ടൻ്റായിട്ട് വരുന്ന പല ഹെൽത്ത് അല്ലെങ്കിൽ എൻവറോൺമെൻറ്റിൽ വരുന്ന ഇമ്പാക്ട്സ് ആണ് എയർ പൊല്യൂഷൻ എപ്പിസോഡ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്. ജസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ചുറ്റും ഉണ്ടാകുന്ന ഒരു എയർ പൊല്യൂഷൻ അതെന്തെങ്കിലും സിവിയർ ആയിട്ടുള്ള എൻവറോൺമെൻറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് അസാർട്സിന് കാരണമാവുന്നുണ്ടെങ്കിൽ അത്തരം ഒരു സിറ്റുവേഷന് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മളൊരു എയർ പൊല്യൂഷൻ എപ്പിസോഡ് എന്ന് പറയുന്നത്. സോ വേൾഡ് വൈഡായിട്ട് പല തരത്തിൽ അല്ലെങ്കിൽ പല ഏരിയയിൽ പല കാരണങ്ങൾ വഴി ഡിഫറെൻറ്റ് എയർ പൊല്യൂഷൻസ് സംഭവിച്ചിട്ടുണ്ട്. സോ ആ എയർ പൊല്യൂഷൻ എപ്പിസോഡ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അവയുടെ ഡീറ്റെയിൽസ് എന്താണ്, എങ്ങനെയാണ് ആ ഒരു എയർ പൊല്യൂഷൻ സംഭവിച്ചിട്ടുള്ളത്, അതിൻ്റെ റിസൾട്ട് എന്തൊക്കെയായിരുന്നു, എന്തൊക്കെ കോംപ്ലിക്കേഷൻസാണ് ഉണ്ടായിട്ടുള്ളത്, ആ കാര്യങ്ങളാണ് നമ്മൾ ഇനീഷ്യലി ഈ ഒരു എയർ പൊല്യൂഷൻ എപ്പിസോഡ്സിൽ പഠിക്കുന്നത്. സോ മേജർ എയർ പൊല്യൂഷൻ എപ്പിസോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 7 മേജറായിട്ടുള്ള എയർ പൊല്യൂഷൻ എപ്പിസോഡ്സ് ആണ് നമുക്ക് മെയിൻലി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരുപാട് എയർ പൊല്യൂഷൻ എപ്പിസോഡ്സ് ഉണ്ട്. അതിലുള്ള ഒരു ഏകദേശം 7 എണ്ണമെങ്കിലും നമ്മൾ ബേസിക്കലി പഠിച്ചിരിക്കണം ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ. സോ ഇതിൻ്റെ ഒരു ഏർലിയർ സ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ ഒരു ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൾഫർ ഡയോക്സൈഡും അതുപോലെ തന്നെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റു ചില പ്രൊഡക്ട്സിൻ്റെയും എമിഷൻ ആണ് ബേസിക്കലി ഈ ഒരു എയർ പൊല്യൂഷൻ എപ്പിസോഡ്സിൻ്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കേസ് ആയിട്ട് പറയുന്നത്. നമ്മുടെ മെയിൻലി അധിക സിറ്റിയിലും വരുന്ന ഒരു അർബൻ എയർ പൊല്യൂഷൻ സിറ്റുവേഷൻസ് ഇത്തരത്തിലുള്ള വലിയൊരു എയർ പൊല്യൂഷൻ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു കോൺസിക്വൻസ് ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനാണ് പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുള്ളത്. സോ ഈ ഒരു എയർ പൊല്യൂഷൻ്റെ റിസൾട്ടായിട്ട് സ്മോക്കും മറ്റും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും അത് നമ്മുടെ ബേണിംഗ് പലതരത്തിലുള്ള പ്രോസസ്സിന് വിധേയമാകുന്നതിൻ്റെ റിസൾട്ടൻ്റായിട്ട് പല കെമിക്കൽസും നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എക്സോസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. ജസ്റ്റ് എക്സാമ്പിളായിട്ട് നമ്മുടെ നോർത്തേൺ യൂറോപ്പിൽ കോൾ ബേണിങ്ങിൻ്റെ റിസൾട്ടൻ്റായിട്ട് വന്ന സ്മോക്ക് കാരണമാണ് സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുന്നൊരു കെമിക്കൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് ഒരുപാടായിട്ട് റിലീസ് ചെയ്യപ്പെടുന്നതും അല്ലെങ്കിൽ പെട്ടതും അതിൻ്റെ റിസൾട്ടൻ്റായിട്ട് ഒരുപാട് ഹെൽത്ത് ഇമ്പാക്ട്സ് ഉണ്ടായതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇത്തരത്തിൽ ഇൻഡസ്ട്രിയൽ ഏരിയാസിൽ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കെമിക്കൽസിൻ്റെ അമിത അല്ലെങ്കിൽ വലിയ എമൗണ്ട് ഉപയോഗം വരുന്ന ഏരിയാസിലെല്ലാം ഇത്തരത്തിലുള്ള പല കെമിക്കൽസിൻ്റെയും റിലീസിനുള്ള ചാൻസസ് കൂടുതലായിരുന്നു. സോ ആ ഒരു റിലീസിങ്ങിൻ്റെ റിസൾട്ടൻ്റായിട്ട് മറ്റു പല കെമിക്കൽ റിയാക്ഷൻസും നടന്നിട്ട് പല എയർ പൊല്യൂഷൻ സെനാരിയോസും നമ്മുടെ വേൾഡ് വൈഡ് നടന്നിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എയർ പൊല്യൂഷൻ എപ്പിസോഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എയർ പൊല്യൂഷൻ എപ്പിസോഡാണ് മ്യൂസ് വാലി, ബെൽജിയം 1930 December 2 to 5 സംഭവിച്ചിട്ടുള്ള എയർ പൊല്യൂഷൻ എപ്പിസോഡ്. സോ എയർ പൊല്യൂഷൻ എപ്പിസോഡിലെ ഫസ്റ്റ് വണ്ണാണ് മ്യൂസ് വാലി, ബെൽജിയം. മ്യൂസ് വാലി ബെൽജിയത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു എയർ പൊല്യൂഷൻ്റെ സെനാരിയോ അതാണ് ആക്ച്വലി ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ മ്യൂസ് വാലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വില്ലേജ് ഏരിയ ആണ്. ബേസിക്കലി ഫാമിങ്ങും മറ്റും നടക്കുന്നൊരു പ്രോപ്പർ വില്ലേജ് ഏരിയ ആണ് മ്യൂസ് വാലി എന്ന് പറയുന്ന ബെൽജിയത്തിലൊരു ഈ ലൊക്കേഷൻ അല്ലെങ്കിൽ ലൊക്കാലിറ്റി. ഇത് ഒരുപാട് കെമിക്കൽ പ്ലാന്റ്സും അതുപോലെ സ്റ്റീൽ മിൽസും എല്ലാം ഉള്ള ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരുന്ന ഒരു റീജിയനാണ്. സോ ഇവിടെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഒരു വലിയ ചേഞ്ച് സംഭവിച്ചതിൻ്റെ ഫലമായിട്ട് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ പൊല്യൂഷൻ കോസ് ചെയ്യപ്പെടുകയും ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ജനറേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. തെർമൽ ഇൻവേർഷൻ ട്രാപ്ഡ് ഫോഗ് ഓവർ എ സ്ട്രെച്ച് ഓഫ് 20 kilometers ഓഫ് മ്യൂസ് വാലി. തെർമൽ ഇൻവേർഷൻ സംഭവിച്ച ഫോഗ് ഏകദേശം ഒരു 20 കിലോമീറ്ററോളം മ്യൂസ് വാലിയിൽ വൈഡായി സ്പ്രെഡ് ചെയ്യപ്പെട്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായതാണ് December 2 to 5 1930 December 2 to 5 സംഭവിച്ച എയർ പൊല്യൂഷൻ സെനാരിയോ എന്ന് പറയുന്നത്.
തെർമൽ ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചറിന് വേരിയേഷൻ സംഭവിക്കുകയും അവിടുത്തെ ഒരു പ്രഷർ ലെവൽ റേസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് തെർമൽ ഇൻവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബേസിക്കലി നമുക്ക് മറ്റു മൊഡ്യൂളിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സോ അങ്ങനെ ടെമ്പറേച്ചർ വേരിയേഷൻ സംഭവിച്ചിട്ടുള്ള ഫോഗ് മ്യൂസ് വാലിയുടെ ഏകദേശം ഒരു 20 കിലോമീറ്ററോളം ഏരിയയിൽ സ്പ്രെഡഡ് ആയത് മുഖാന്തരം ഉണ്ടായ പ്രോബ്ലംസാണ് എയർ പൊല്യൂഷൻ എപ്പിസോഡിൽ നമ്മൾ പറയുന്നത്. ഇതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിയ, ഷോർട്ട് ബ്രീത്ത്, സ്റ്റെയിനിങ് ഐസ്, ബേണിംഗ് ത്രോട്ട്സ്. നമുക്ക് സ്മോക്കിംഗ് ബ്രീത്തിങ്ങിന്, അതുപോലെ തന്നെ കണ്ണിന് ഇറിറ്റേഷൻസ്, അതുപോലെ ത്രോട്ട് പെയിൻസ് കാര്യങ്ങളെല്ലാം ആണ് മേജറായിട്ട് വന്ന റിസൾട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷം ഏകദേശം 60 ആളുകളാണ് മരിച്ചത്. ഏകദേശം 1000-ന് മുകളിൽ ആളുകൾക്ക് പല അൺനോൺ ഡിസീസസ് കോസ് ചെയ്യപ്പെടുകയും ഉണ്ടായി ഈ ഒരു ഫോഗ് കാരണം. ഓക്കെ, സോ അതാണ് മ്യൂസ് വാലി എയർ പൊല്യൂഷൻ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെക്കൻഡ് വൺ, ഡൊണോറ, പെൻസിൽവാനിയ. പെൻസിൽവാനിയയിൽ ഡൊണോറയിൽ സംഭവിച്ചിട്ടുള്ള എയർ പൊല്യൂഷനും അതിൻ്റെ റിസൾട്ടൻ്റുമാണ് സെക്കൻഡ് എയർ പൊല്യൂഷൻ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡൊണോറ, പെൻസിൽവാനിയയിൽ 1948 ഒക്ടോബർ 30 to 31 ആണ് ഈ ഒരു സിറ്റുവേഷൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇത് ആക്ച്വലി ഒരു റിവറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വാലി റീജിയൻ ആയിരുന്നു. ഇത് സ്റ്റീൽ അതുപോലെ തന്നെ കോൾ പ്രൊജക്ട്സിന് പേര് കേട്ടിട്ടുള്ളൊരു ലൊക്കേഷനാണ് നമ്മുടെ ഈ ഒരു ഡൊണോറ, പെൻസിൽവാനിയ എന്ന് പറയുന്നത്. സ്റ്റീലും അതുപോലെ തന്നെ കോൾ പ്രൊജക്ട്സും. ഇവിടെ ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് വൈഡ് സ്പ്രെഡായി കിടക്കുന്ന ഒരു ലാൻഡ് ഏരിയയാണ്. അതുകൊണ്ട് തന്നെ മേജർ ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ് യൂണിറ്റും അതുപോലെ തന്നെ ഷിപ്പിംഗ് ലൊക്കേഷനും ഒക്കെ ഈ ഒരു ഏരിയയിൽ വളരെയധികം വൈഡായിട്ട് ഉണ്ടായിരുന്നു. ഏകദേശം 14,000-ഓളം ആളുകളാണ് ഈ ഒരു ലൊക്കാലിറ്റിയിൽ ഈ ഒരു റിവർ സൈഡിലായിട്ട് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഏകദേശം 1000 എബോ ആളുകൾ ഈ ഒരു വില്ലേജിൽ മറ്റ് ബാങ്ക്സിലായിട്ട്, റിവറിൻ്റെ മറ്റു ബാങ്കിലായിട്ടും സ്റ്റേ ചെയ്തിരുന്നു. ഏകദേശം അത്യാവശ്യം ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എന്നാൽ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് വളരെയധികം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു ഈ ഒരു പെൻസിൽവാനിയയിലെ ഈ ഒരു ഏരിയ. സോ അവിടെ ഒക്ടോബർ 26-ന് ഈസ്റ്റ് കോസ്റ്റ് സ്റ്റോം വാസ് റീപ്ലേസ്ഡ് ബൈ എ ക്ലൗഡ് ആൻറ്റി സൈക്ലോൺ അഡ്വാൻസിങ് ഫ്രം സൗത്ത് വെസ്റ്റിൽ നിന്നും നമ്മുടെ ഈസ്റ്റ് കോസ്റ്റ് സ്റ്റോമിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു ക്ലൗഡ് ആൻറ്റി സൈക്ലോൺ രൂപപ്പെട്ടു. ആൻറ്റി സൈക്ലോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുഴലിക്കാറ്റ് പോലുള്ള ഒരു പെർട്ടിക്കുലർ പോയിൻറ്റിന് റൊട്ടേഷനിൽ, സർക്കുലർ ഡയറക്ഷനിൽ ഹൈലി ഫോഴ്സുള്ള വിൻഡ് ബ്ലോ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ആൻറ്റി സൈക്ലോൺ എന്ന് പറയുക. സോ അങ്ങനെ ക്ലൗഡ് ആൻറ്റി സൈക്ലോൺ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടാണ് ബേസിക്കലി ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഇൻവേർഷനിൽ, അതായത് ഈ ഒരു ആൻറ്റി സൈക്ലോൺ കാരണം അവിടെ പ്രഷർ ഡിഫറൻസ് ഉണ്ടാവുകയും വളരെ ഹൈ പ്രഷർ സോൺസ് ഡെവലപ്പെടുകയും ചെയ്തു ഏകദേശം അറൗണ്ട് 5 ഡേയ്സിന്. അങ്ങനെ ഈ ഒരു 5 ഡേയ്സിൽ പ്രഷർ വേരിയേഷനും ആൻറ്റി സൈക്ലോണും ഉണ്ടായതിൻ്റെ റിസൾട്ടൻ്റായിട്ട് ലോക്കൽ കണ്ടീഷൻസിലെ പുവർ വെൻറ്റിലേഷൻ സിറ്റുവേഷൻ ജനറേറ്റ് ചെയ്തു. അതായത് സാധാരണ ഉള്ള ഒരു വെൻറ്റിലേഷൻ അല്ലെങ്കിൽ ആ ഒരു എയർ സർക്കുലേഷൻ അവിടെ ചേഞ്ച് ചെയ്യപ്പെടുകയും ഹൈ പ്രഷർ കൂടി അതുപോലെ തന്നെ ഇൻവേർഷൻസ് എല്ലാം സംഭവിച്ചതിൻ്റെ റിസൾട്ടുണ്ടായിട്ട് അവിടുത്തെ ഒരു നോർമൽ വെൻറ്റിലേഷൻ അല്ലെങ്കിൽ നാച്ചുറൽ വെൻറ്റിലേഷൻ സിസ്റ്റം കൺട്രോൾ നഷ്ടപ്പെടുന്നതിൻ്റെ റിസൾട്ടുണ്ടായിട്ട് ഒരുപാടധികം പൊല്യൂട്ടൻ എമിഷൻസ് അവിടെ ഈ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്നും സംഭവിച്ചു. അതായത് സാധാരണഗതിയിലുള്ള ഒരു വെൻറ്റിലേഷൻ, വിൻഡ്, അതിൻ്റെ ഫോഴ്സും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള എമിഷൻസ് അത്രത്തോളം ഒരു ഇഷ്യൂ ആവുന്ന രീതിയിലേക്ക് ജനറേറ്റ് ചെയ്യപ്പെട്ടിരുന്നില്ല. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ കാരണം പൊല്യൂട്ടൻ എമിഷൻ വളരെ അധികം സംഭവിക്കുകയും അതിൽ തന്നെ സൾഫർ ഡൈ ഓക്സൈഡ് സ്റ്റീൽസിൽ നിന്നും അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഇൻവേർഷൻ്റെയും റിസൾട്ടുണ്ടായിട്ട് സൾഫർ ഡൈ ഓക്സൈഡിൻ്റെ എമിഷൻ വളരെ അധികം അറ്റ്മോസ്ഫിയറിൽ കൂടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷൻ കാരണമാണ് അവിടെ വലിയൊരു ഹെൽത്ത് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഹസാർഡ് സംഭവിച്ചിട്ടുള്ളത്. റേഡിയേറ്റീവ് ഇൻവേർഷനാണ് അവിടെ മെയിൻലി നമ്മൾ ഒബ്സർവ് ചെയ്തത്. ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടെമ്പറേച്ചറിൽ വരുന്ന ഒരു വേരിയേഷനാണ്. അതിൻ്റെ കൂടെ തന്നെ പ്രഷർ കൂടുന്നയും ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. സോ അത്തരത്തിൽ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് റെക്കോർഡ് ചെയ്യപ്പെട്ട് വളരെ അധികം അവിടുത്തെ ഒരു നാച്ചുറൽ വെൻറ്റിലേഷൻ സിസ്റ്റം ഇതിൻ്റെ ബാലൻസ് നഷ്ടപ്പെടുകയും അവിടുത്തെ നോർമൽ എയറിൽ പൊല്യൂട്ടൻസ് വളരെ അധികം മിക്സ് ചെയ്യപ്പെടുകയും ചെയ്തു. ഓക്കെ, സോ ഇങ്ങനെ നമ്മുടെ സാധാ എയറിലുള്ള കെമിക്കൽ കോമ്പൗണ്ട്സിൻ്റെ കൂടെ പൊല്യൂട്ടൻറ്റും കൂടെ മിക്സ് ചെയ്യപ്പെട്ട് ഫോഗ്സ് ഫോം ചെയ്തു. ആ ഫോഗ് വളരെ തിക്കായിരുന്നു. അതുപോലെ തന്നെ യെല്ലോയിഷും അതുപോലെ തന്നെ സ്മോഗ് ആയിരുന്നു ആ ഒരു ജനറേറ്റ് ചെയ്യപ്പെട്ടത്. ഇത് ഏകദേശം ഒരു 5 ദിവസത്തോളം ആ ഒരു ലൊക്കാലിറ്റിയിൽ നിലനിന്നു. ഇതിൻ്റെ ഒരു റിസൾട്ടൻ്റായിട്ട് ഏകദേശം ഒരു 43% ഓഫ് പോപ്പുലേഷൻസിന് ഈ ഒരു സ്മോക്കിൻ്റെ ഇഫക്റ്റാണ്
റിസൾട്ട് ചെയ്യപ്പെട്ടത്. ഏകദേശം ഒരു 70% ആളുകൾക്ക് അതൊരു മോഡറേറ്റ്ലി അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 10% ആൾക്ക് വളരെ സിവിയർ ആയിട്ടും ഇതൊരു അഫക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് 43% ആളുകൾക്ക് ആ ഒരു സ്മോക്കിൻ്റെ ഇഫക്റ്റ് മാത്രമാണ് ജനറേറ്റ് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ ഫീൽ ചെയ്യപ്പെട്ടത്. 17% ആളുകൾക്ക് കുറച്ചും കൂടെ ഇഷ്യൂസ് ഈ ഒരു സിറ്റുവേഷൻ കാരണം ഫീൽ ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വന്നു. ഏകദേശം 10% ആളുകൾക്ക് വളരെ സിവിയർ ആയിട്ടാണ് ഇത് അഫക്റ്റ് ചെയ്യപ്പെട്ടത്. ഏകദേശം 20 ആളുകളും 800ഓളം ആനിമൽസും ഈ ഒരു ഇൻസിഡൻറ്റിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഓട്ടോപ്സി റിപ്പോർട്ട്, മരിച്ചവരുടെ ഓട്ടോപ്സി റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ അവരുടെ ബ്ലഡിൽ അല്ലെങ്കിൽ ബോഡിയിലുള്ള ഫ്ലോറിൻ ലെവൽ ഏകദേശം 20 ടൈംസ് നോർമൽ റേഞ്ചിനേക്കാളും 20 ടൈംസ് കൂടുതലാണ് എന്നുള്ളൊരു സിറ്റുവേഷൻ അവരുടെ ഓട്ടോപ്സി റിസൾട്ടിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. സോ അത്തരത്തിൽ ഈ ഒരു ഇൻവേർഷൻ, ടെമ്പറേച്ചർ ഇൻവേർഷനും പ്രഷർ റൈസിങ്ങും കാരണം നമ്മുടെ കെമിക്കൽ പൊല്യൂട്ടൻസ് നമ്മുടെ നോർമൽ എയറിലേക്ക് എത്തപ്പെടുകയും അങ്ങനെ അത് വലിയ ഫോഗായി മാറുകയും ഏകദേശം 5 ദിവസത്തോളം അവിടെ നിലനിൽക്കുകയും ചെയ്തു. സോ അങ്ങനെ ഈ ഒരു ഫ്ലോറിൻ കണ്ടൻറ്റ് ബോഡിയിലെ ബ്ലഡിൽ കൂടിയതാണ് ഈ ഒരു ഹെൽത്ത് ഇഷ്യൂസ് വളരെ വൈഡായിട്ട് സംഭവിക്കാനുള്ളൊരു കാരണം. ഓക്കെ, സോ ഈ ഒരു എപ്പിസോഡ് വളരെ അധികം നമ്മുടെ വേൾഡിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. ഇത്തരത്തിൽ ഫ്ലോറിൻ കണ്ടൻറ്റ് നമ്മുടെ ഈ ഒരു സ്റ്റീൽ പ്രൊഡ്യൂഷൻ ഇൻഡസ്ട്രീസിൽ നിന്ന്, സിങ്ക് സ്മെൽറ്റിംഗ് പ്രോസസ്സിൽ നിന്നെല്ലാമുള്ള ജനറേഷൻ ചെയ്യപ്പെട്ട ഫ്ലോറിനാണ് ഇത്തരത്തിലുള്ള വലിയ ഇഷ്യൂസും ഡെത്തിനും വരെ കാരണമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഓക്കെ, നെക്സ്റ്റ് എയർ പൊല്യൂഷൻ എപ്പിസോഡാണ് ദ ഗ്രേറ്റ് ലണ്ടൻ സ്മോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗ്രേറ്റ് ലണ്ടൻ സ്മോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ 1952 ഇത് സംഭവിച്ചിട്ടുള്ളത്. ഏകദേശം 5 ദിവസത്തോളം ഈ ഒരു ഇമ്പാക്റ്റ് അവിടെ കാണപ്പെട്ടിട്ടുണ്ട്. കോൾഡ് വെതറും ആൻറ്റി സൈക്ലോണും അതുപോലെ തന്നെ പൊല്യൂട്ടൻറ്റും, കോൾ ഇൻഡസ്ട്രീസിൽ നിന്നുള്ള പൊല്യൂട്ടൻറ്റും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടായൊരു വലിയ ഹെൽത്ത് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റാണ് ബേസിക്കലി ഗ്രേറ്റ് ലണ്ടൻ സ്മോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടെമ്പറേച്ചറിലുള്ള കുറവ്, കോൾഡ് വെതർ കണ്ടീഷൻസും ആൻറ്റി സൈക്ലോൺ രൂപപ്പെട്ടതും പൊല്യൂട്ടൻസിൻ്റെ എമിഷനും, അത് മൂന്നും കൂടെയാണ് ഇതിന് കമ്പൽസറി ആയിട്ട് റിസൾട്ടൻ്റായി മാറിയിട്ടുള്ളത്. സോ ലോ ഗ്രേഡ് കോൾ യൂസും സൾഫറസ് വെറൈറ്റി പോസ്റ്റ് വാഴ്സും അതാണൊരു വലിയ റീസണായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. കോൾ ഇൻഡസ്ട്രീസിൽ നിന്നുള്ള കെമിക്കൽസിൻ്റെ ജനറേഷൻ, അതുപോലെ തന്നെ വെഹിക്കുലർ എക്സോസ്റ്റിൽ നിന്നുള്ള സ്മോക്ക് പ്രൊഡക്ഷൻ, എസ്പെഷ്യലി ഡീസൽ ഫ്യൂവൽഡ് വെഹിക്കിൾസിൽ നിന്നുള്ള ഫ്യൂവൽ എക്സോസ്റ്റ് എമിഷൻസ്, അതുപോലെ തന്നെ പ്രിവൈലിംഗ് വിൻഡിൻ്റെ ആ ഒരു ബ്ലോയിൽ പൊല്യൂട്ടഡ് എയർ വളരെ അധികം നമ്മുടെ എൻവയോൺമെൻറ്റിലേക്ക് സ്പ്രെഡ് ചെയ്യപ്പെട്ടതുമാണ് വലിയ ഒരു മേജർ ഇമ്പാക്റ്റായിട്ട് മാറാൻ കാരണമായിട്ടുള്ളത്. മെഡിക്കൽ റിപ്പോർട്ട്സ് പ്രകാരം ഏകദേശം 4000ഓളം ആൾ പ്രീ മെച്യൂർഡായിട്ട് മരിക്കപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 1 lakhന് മുകളിൽ ആളുകൾ ഈ ഒരു സ്മോഗിൻ്റെ ഇമ്പാക്റ്റ് കാരണം റെസ്പിറേറ്ററി ഹെൽത്ത് ഇഷ്യൂസ് അനുഭവപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ഏകദേശം 12,000ഓളം മരണമാണ് ഈ ഒരു ഇഷ്യൂവിൽ, ഈ ഒരു എൻവയോൺമെൻറ്റൽ അസാഡിൽ സംഭവിച്ചിട്ടുള്ളത്. ഇതിൽ 4000ഓളം പ്രീ മെച്യൂർഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു. ഓക്കെ, ദെൻ ലോസ് ഏഞ്ചലസ് സ്മോക്ക്, ജൂലൈ 1973. ലോസ് ഏഞ്ചലസ് സ്മോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസിക് ഫോട്ടോ കെമിക്കൽ സ്മോക്ക് എപ്പിസോഡ് ആയിട്ടാണ് വേൾഡിൽ അറിയപ്പെടുന്നത്. ഓസോൺ കോൺസെൻട്രേഷൻ എയർ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ എയർ കണ്ടൻറ്റിൽ വളരെ അധികം ഹയർ ആയിട്ട് ഒബ്സർവ് ചെയ്യപ്പെട്ടൊരു സിറ്റുവേഷൻ ആയിരുന്നു ഈ ഒരു ലോസ് ഏഞ്ചലസ് സ്മോഗിന് വലിയ ഒരു കാരണമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 3 ദിവസത്തോളം ഒരു ബ്രൗൺ ഹെയ്സ് ആ ഒരു ഏരിയയിൽ, ലൊക്കാലിറ്റിയിൽ ഒബ്സർവ് ചെയ്യപ്പെട്ടു. അതുതന്നെയായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ട് ഇതിന് മാറിയിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ കാരണമായിട്ട് ഉണ്ടായിരുന്നത്. ഈ ഒരു സ്മോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാൻ സ്മോഗാണ് ഈ ഒരു സിറ്റിയെ, ഈ ഒരു ലോസ് ഏഞ്ചലസ് സ്മോഗിൽ അഫക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ മേജർ റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഹിക്കുലർ എമിഷൻസ് തന്നെയാണ് ഏറ്റവും മെയിൻ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കണക്കാക്കപ്പെടുന്നുള്ളത്. അതുപോലെ തന്നെ ഒരു വാലി റീജിയൻ ആയതുകൊണ്ട് അവിടെ ടെമ്പറേച്ചർ കുറഞ്ഞ് പ്രഷർ കൂടുന്ന ആ ഒരു സിറ്റുവേഷൻ നോട്ട് ചെയ്യപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ കമ്പസ്റ്റൻ ഫ്യൂൽസിൽ നിന്നും ജനറേറ്റ് ചെയ്യപ്പെട്ട നൈട്രജൻ ഓക്സൈഡ് കോമ്പൗണ്ട്സും ദെൻ ലോസ് ഓഫ് വിസിബിലിറ്റി, അതുപോലെ തന്നെ റെസ്പിറേറ്ററി പ്രോബ്ലംസും ആയിരുന്നു ഏറ്റവും കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വൺ, ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. അടുത്ത എയർ പൊല്യൂഷൻ എപ്പിസോഡാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. നമുക്കറിയാവുന്നതാണ് ഭോപ്പാൽ വാതക ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1984 യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ് UCIL എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ നിന്നും, അതായത് ഒരു പെസ്റ്റിസൈഡ് പ്രൊഡക്ഷൻ പ്ലാന്റ് ഇൻ ഭോപ്പാലിൽ
ഉണ്ടായിരുന്ന ഒരു പെസ്റ്റിസൈഡ് പ്ലാന്റ് ആയിരുന്നു UCIL എന്ന് പറയുന്ന യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ്. അവിടെ 1984 ഡിസംബർ 2-3 സംഭവിച്ചിട്ടുള്ള ഒരു വലിയ ട്രാജഡിയാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന കെമിക്കലിൻ്റെ ഒരു ലീക്ക് ആണ് ഇതിന് ബേസിക്കലി ഒരു കാരണമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് ആൾറെഡി നമ്മൾ പഠിച്ച ഒരു സെഷൻ തന്നെയാണ് ഈ ഒരു ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മീഥൈൽ ഐസോസയനൈറ്റ് ഗ്യാസിൻ്റെ ഒരു ലീക്കേജാണ് ഈ ഒരു ഇഷ്യൂ ജനറേറ്റ് ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ ഉണ്ടാവാനായിട്ടുള്ളൊരു കാരണമായിട്ട് പറയുന്നത്. മീഥൈൽ ഐസോസയനൈറ്റ് ഗ്യാസും അതുപോലെ തന്നെ മറ്റ് ചില കെമിക്കൽസിൻ്റെയും ആ പ്ലാന്റിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിരുന്ന മറ്റ് ചില കെമിക്കൽസിൻ്റെയും ലീക്കേജാണ് ഈ ഒരു വലിയ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ വലിയൊരു ട്രാജഡി സംഭവിക്കാനുള്ളൊരു കാരണം. ഈ MIC എന്ന് പറയുന്ന മീഥൈൽ ഐസോസയനൈറ്റ് ഗ്യാസും മറ്റും സ്റ്റോർ ചെയ്തിരുന്ന ടാങ്കിലേക്ക് വെള്ളം എൻ്റർ ചെയ്തിട്ട് ആ ഒരു ടാങ്കിന് ലീക്കേജ് ഉണ്ടായി അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം എൻ്റർ ചെയ്തിട്ടാണ് ഈ ഒരു വലിയ ഇഷ്യൂ അവിടെ സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ ഏകദേശം ഒരു ടാങ്കിൽ 42 ടൺസ് ഓഫ് മീഥൈൽ ഐസോസയനൈറ്റ് ഗ്യാസാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് വെള്ളം എൻ്റർ ചെയ്തോട് കൂടിയിട്ട് അവിടെ എക്സോതെർമിക് കെമിക്കൽ റിയാക്ഷൻസ് സംഭവിക്കുകയും അങ്ങനെ വളരെയധികം ടെമ്പറേച്ചർ റൈസ് ചെയ്യപ്പെട്ടു. ഏകദേശം 200 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 392 ഡിഗ്രി ഫാരൻഹീറ്റ് റേഞ്ചിലേക്ക് ടെമ്പറേച്ചർ റൈസ് ചെയ്യപ്പെടുകയും പ്രഷറും വളരെ അധികം കൂടിയതിൻ്റെ റിസൾട്ടൻ്റായിട്ട് ഈ ഗ്യാസസ് ഈ ഒരു ടാങ്ക്സിൽ നിന്നും ബ്ലോ ചെയ്യാൻ തുടങ്ങി. ഗ്യാസ് പൊട്ടിത്തെറിച്ച് വിൻഡിൻ്റെ ആ ഒരു ഫോഴ്സിൽ അത് വളരെ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യപ്പെട്ടു. അങ്ങനെയാണ് ഈ ഒരു ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി സംഭവിക്കുന്നത്. അവിടെ സ്റ്റോർ ചെയ്തിരുന്ന മീഥൈൽ ഐസോസയനൈറ്റും അതിന് കൂടെ ഉണ്ടായിരുന്ന മറ്റ് കെമിക്കൽസിൻ്റെയും ടാങ്ക്സിലേക്ക് ലീക്ക് സംഭവിച്ച് അതിലേക്ക് വെള്ളം എൻ്റർ ചെയ്യപ്പെടുകയും ആ വെള്ളവും ഈ ഗ്യാസും തമ്മിൽ റിയാക്ട് ചെയ്യപ്പെട്ട് വലിയ ടെമ്പറേച്ചർ റൈസും പ്രഷർ റൈസും സംഭവിച്ചിട്ട് ആണ് ഈ ഒരു ഗ്യാസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് സ്പ്രെഡ് ചെയ്യപ്പെട്ടത്. ഏകദേശം 40,000 കിലോഗ്രാം ഓഫ് മീഥൈൽ ഐസോസയനൈറ്റ് ആണ് റിലീസ് ചെയ്യപ്പെട്ടത് ഓൺ ഡിസംബർ 3. ഓക്കെ, സോ ഇതിൻ്റെ ഇഫക്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരുന്നു. കഫിങ്, ചെസ്റ്റ് പെയിൻ, ബ്രീത്ത് പെയിൻ, ആസ്മ, ഐ ഇറിറ്റേഷൻ, നോസ്, ത്രോട്ട്, സ്കിൻ ഡാമേജസ് എല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കണ്ടൻറ്റ് കൂടിയ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലങ് എഡേമ, എംഫസിമ, ഹെമോറഹാങ്, ബ്രോങ്കൈൽ ന്യൂമോണിയ, ഡെത്ത് വരെയുള്ള ആൾമോസ്റ്റ് എവറി കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഈ ഒരു ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഏകദേശം 1,70,000-ഓളം ആളുകളാണ് ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യപ്പെട്ടത്. 2,000-ഓളം മൃഗങ്ങൾ മരണപ്പെട്ടു. മരങ്ങളും ചെടികളും എല്ലാം ഡാമേജ് സംഭവിക്കപ്പെട്ടു, ഫെൽ ഡൗൺ ആണ്. ഫിഷിംഗ് പ്രോസസ്സുകളെല്ലാം നിർത്തപ്പെട്ടു. ഏകദേശം 5,20,000-ഓളം ആളുകളാണ് അഫക്റ്റ് ചെയ്യപ്പെട്ടത്. അതിൽ 2,00,000-ഓളം ആളുകൾ എന്ന് പറഞ്ഞാൽ ബിലോ 15 ഇയേഴ്സ്, 15 വർഷത്തിനും കുറവുള്ള കുട്ടികളായിരുന്നു. ഏകദേശം 3,928 ഡെത്താണ് സർട്ടിഫൈഡ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളെങ്കിലും ഏകദേശം 20,000-ഓളം ആൾ മരിച്ചു എന്നുള്ളതാണ് മറ്റ് രീതിയിലുള്ള കണക്കുകൾ പറഞ്ഞിട്ടുള്ളത്. സോ ഇതാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്ന് പറഞ്ഞാൽ. അവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ള ചില ഗ്യാസുകളും മീഥൈൽ ഐസോസയനൈറ്റും ലീക്ക് ആവുകയും അതിലേക്ക് വാട്ടർ എൻ്റർ ചെയ്ത് ടെമ്പറേച്ചറും പ്രഷറും ഇൻക്രീസ് ചെയ്ത് ആ ടാങ്ക്സ് പൊട്ടിത്തെറിച്ച് ഗ്യാസ് സ്പ്രെഡായിട്ടുണ്ടായ ഒരു വലിയ ഹെൽത്ത് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഓർ പൊല്യൂഷൻ എപ്പിസോഡായിരുന്നു ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. നെക്സ്റ്റ് വൺ കുവൈത്ത് ഓയിൽ ഫയർ ആണ്. നമ്മൾ കേട്ടിട്ടുള്ളതാണ് കുവൈത്തിലെ യുദ്ധ സമയങ്ങളൊക്കെ ഇറാഖി മിലിറ്ററി അവിടുത്തെ ഓയിൽ വെൽസിലേക്ക് അവിടെ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഫയറിംഗ് നടത്തിയതിൻ്റെ റിസൾട്ടുണ്ടായി ഈ ഓയിൽ വെൽസ് പൊട്ടിത്തെറിച്ച് ഉണ്ടായിട്ടുള്ള എൻവയോൺമെൻറ്റൽ ഹസാർഡ്സാണ് കുവൈത്ത് ഓയിൽ ഫയർ എന്ന് പറയുന്നത്. അവിടെ ഒരു വാറിൻ്റെ സമയത്ത് ഇറാഖി മിലിറ്ററിയുടെ ഈ ഒരു അറ്റാക്ക് റിസൾട്ട് ചെയ്യപ്പെട്ടത് ഈ ഒരു ഓയിൽ വെൽസ് പൊട്ടിത്തെറിച്ചുകൊണ്ടായിരുന്നു. അതായത് അവരുടെ ഫയറിങ്ങിൻ്റെ റിസൾട്ടുണ്ടായിട്ട് ഈ ഓയിൽ വെൽസ് ലീക്ക് ചെയ്യപ്പെടുകയും അങ്ങനെ അതിൽ നിന്നും ഈ ഒരു കെമിക്കൽ കോമ്പൗണ്ട്സ് അറ്റ്മോസ്ഫിയറിലേക്ക് തള്ളപ്പെടുകയും ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. പെട്രോളിയം ബൈ പ്രൊഡക്ട്സ് ബേൺ ചെയ്യപ്പെട്ട് നമ്മുടെ സോയിലും എയറും എല്ലാം ക്വാളിറ്റി നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആവുന്നൊരു സിറ്റുവേഷനാണ് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. ആ ഒരു സിറ്റുവേഷനെയാണ് ഗൾഫ് വാർ സിൻഡ്രോം എന്ന് പറയുന്നത്. ദ ബൈ പ്രൊഡക്ട്സ് ഓഫ് പെട്രോളിയം ബേൺ കോസ്ഡ് പൊല്യൂഷൻ ടു ദ സോയിൽ ആൻഡ് എയർ.
പെട്രോളിയം ഓയിൽ വെൽസിൽ ഈ തരത്തിലുള്ള ഫയറിംഗ് സംഭവിച്ചതിൻ്റെ റിസൾട്ടൻ്റായിട്ട് അത് ബ്രേക്ക് ചെയ്യപ്പെട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് സ്പ്രെഡ് ചെയ്തു. അങ്ങനെ സോയിലും എയറും പൊല്യൂട്ടഡ് ആയ ഒരു സിറ്റുവേഷനാണ് ഗൾഫ് വാർ സിൻഡ്രോം എന്നുള്ള രീതിയിൽ പറയപ്പെട്ടിരുന്നത്. അവിടുത്തെ ചില ഫോട്ടോഗ്രാഫിക്സ് ആണ് ഈ ഒരു കാണിച്ചിട്ടുള്ളത് ഗൾഫ് വാറിൻ്റെ. ഇതിൻ്റെ ഒരു കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ എയർ ക്വാളിറ്റി വളരെയധികം കുറഞ്ഞു. അതുപോലെ തന്നെ കുവൈറ്റിയൻസിന് റെസ്പിറേറ്ററി പ്രോബ്ലംസ് വളരെയധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അവിടുത്തെ നാച്ചുറൽ ഡെസേർട്ടിലേക്ക് ഇത്തരത്തിലുള്ള അൺഇഗ്നൈറ്റഡ് ആയിട്ടുള്ള ഓയിലും മറ്റ് കെമിക്കൽ കോമ്പൗണ്ട്സും കൂടി ചേർന്ന് ഏകദേശം ഈ ഒരു മിക്സ്ചർ കൺട്രിയുടെ ഒരു 5% ഏരിയ കവേർഡ് ആകുന്ന ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഓയിൽ ഇങ്ങനെ ഗ്രൗണ്ടിലേക്ക് ലീക്ക് ചെയ്യപ്പെട്ടതിൻ്റെ റിസൾട്ടുണ്ടായിട്ട് അവിടുത്തെ പ്രീഷ്യസ് ആയിട്ടുള്ള ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസിലും ഇത് വളരെ വലിയ രീതിയിലുള്ള ഇമ്പാക്ട്സ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് അവിടുത്തെ എയറിൻ്റെയും സോയിലിൻ്റെയും വാട്ടറിൻ്റെയും എല്ലാം ക്വാളിറ്റി വലിയ ഒരു എമൗണ്ടിൽ കുറയ്ക്കാൻ അല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആക്കി മാറ്റാൻ ഈ ഒരു സിറ്റുവേഷൻ കാരണമായിട്ടുണ്ട്. ഓക്കെ, ദെൻ മറ്റൊരു എയർ പൊല്യൂഷൻ എപ്പിസോഡാണ് യോക്കായിച്ചി ആസ്മ. ജപ്പാനിൽ 1960 to 1972 റേഞ്ചിലുള്ള ആ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു എയർ പൊല്യൂഷൻ സിനാരിയോ ആണ് ഇത് നമ്മുടെ പെട്രോളിയം അതുപോലെ തന്നെ മറ്റു ഫ്യൂവൽസിൻ്റെ ബേണിംഗ് കാരണം ഉണ്ടായിട്ടുള്ള ഒരു വലിയ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ആയിരുന്നു. സൾഫർ ഡയോക്സൈഡിൻ്റെ റിലീസ് ആയിരുന്നു ഏറ്റവും വലിയ പ്രോബ്ലം. ഇത് ക്രോണിക് പൾമണറി ഡിസീസസിനും ക്രോണിക് ബ്രോങ്കൈറ്റിസ് അതുപോലെ തന്നെ എംഫസിമ, ആസ്മ പോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ആളുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും എയർ പൊല്യൂഷൻ എപ്പിസോഡ്സാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയർ പൊല്യൂഷൻ എപ്പിസോഡ്സ്. മറ്റു ചില എയർ പൊല്യൂഷൻ എപ്പിസോഡ്സ് കൂടെ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എയർ പൊല്യൂഷൻ എപ്പിസോഡ്സ് എങ്കിലും വളരെ കമ്പൽസറി ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, മറ്റൊരു എയർ പൊല്യൂഷൻ എപ്പിസോഡാണ് 1983 മെൽബൺ ഡസ്റ്റ് സ്റ്റോം എന്ന് പറയുന്നത്. ഇതൊരു മെറ്റീരിയോളജിക്കൽ ഫിനോമിനൻ്റെ റിസൾട്ടൻ്റായിട്ട് 1983 ഫെബ്രുവരി 8 സംഭവിച്ചതാണ്. ഓക്കെ, നമ്മുടെ റെഡ് സോയിലും ഡസ്റ്റും സാൻഡും ഓസ്ട്രേലിയയിൽ ഹൈ വിൻഡിൻ്റെ റിസൾട്ടൻ്റായിട്ട് മൂവ് ചെയ്യപ്പെടുകയും അങ്ങനെ മറ്റൊരു ഏരിയാസിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയും ചെയ്ത് ഉണ്ടായ കുറേ ഇഷ്യൂസ് ആയിരുന്നു ഈ ഒരു മെൽബൺ ഡസ്റ്റ് സ്റ്റോം എന്ന് പറഞ്ഞാൽ. അതായത് പൊടി അല്ലെങ്കിൽ അവിടെയുള്ള നോർമൽ കണ്ടൻറ്റ് വിൻഡിൻ്റെ പ്രഷറിൽ മൂവ് ചെയ്യപ്പെട്ട് മറ്റ് ഏരിയയിലേക്ക് പോവുകയും അത് ഹ്യൂമൻ ബീയിങ്സിന് ഹെൽത്ത് റെസ്പിറേറ്ററി ഇഷ്യൂസും മറ്റും കാര്യങ്ങൾ ഉണ്ടാക്കിയതാണ് 1983 മെൽബൺ ഡസ്റ്റ് സ്റ്റോം എന്ന് പറയുന്നത്. ദെൻ 2005 മലേഷ്യൻ ഹെയ്സ് ഉണ്ടായിട്ടുണ്ട്. സ്മോഗ് തന്നെയായിരുന്നു മലേഷ്യൻ ഹെയ്സ് എന്ന് പറഞ്ഞാൽ. ഏകദേശം ഒരു വീക്കോളം നിലനിന്ന ഒരു ഹെയ്സ് ഫോമിങ് ആയിരുന്നു മലേഷ്യൻ ഹെയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസും നമ്മുടെ ആളുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദെൻ സൗത്ത് ഈസ്റ്റ് ഹെയ്സ്, ഏഷ്യൻ ഹെയ്സ് സ്ലാഷ് അതുപോലെ തന്നെ ബേൺ ടെക്നിക്സ് ഫാമേഴ്സ് എല്ലാം ഉപയോഗിച്ചിരുന്ന സ്ലാഷ് ആൻഡ് ബേൺ ടെക്നിക്സിൻ്റെ റിസൾട്ടൻ്റായിട്ട് ഉണ്ടാക്കിയ ഒരു എയർ പൊല്യൂഷൻ സെനാരിയോ ആയിരുന്നു സൗത്ത് ഏഷ്യൻ ഹെയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബേസിക്കലി റെസ്പിറേറ്ററി സിംറ്റംസ് ലൈക്ക് ആസ്മ, റെസ്പിറേറ്ററി ഇൻഫെക്ഷനൊക്കെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. കണ്ണിനും അതുപോലെ തന്നെ സ്കിൻ ഇറിറ്റേഷൻസിനും ഇത് വളരെയധികം കാരണമായിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയും എയർ പൊല്യൂഷൻ എപ്പിസോഡ്സാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അങ്ങനെ നമ്മുടെ വേൾഡിൽ ഒരുപാട് എയർ പൊല്യൂഷൻ എപ്പിസോഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൻ്റെ റിസൾട്ടൻ്റായിട്ട് വേൾഡിൽ തന്നെ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനുള്ള ഇനീഷ്യേറ്റീവ്സ് ഒരുപാട് എടുക്കപ്പെട്ടിട്ടുണ്ട്. അതായത് പലതരത്തിലുള്ള ഹെൽത്ത് ഇഞ്ചുറീസും ലൈഫ് നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻസും അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻസും എല്ലാം വളരെ വൈഡായി മാറിയതിൻ്റെ റിസൾട്ടുണ്ടായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സാണ് ഈ ഒരു ക്ലീൻ എയർ മൂവ്മെൻറ്റ് എന്നുള്ള രീതിയിൽ വലിയ ഒരു ഇമ്പാക്റ്റ് ഇത്തരത്തിലുള്ള എയർ പൊല്യൂഷൻ സെനാരിയോസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. ക്ലീൻ എയർ ആക്ട് ഓഫ് 1970 ആണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചുവടുവെപ്പ് എന്ന് പറയാൻ വേണമെങ്കിൽ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസിയാണ് ഇത്തരത്തിലുള്ളൊരു റൂൾ അല്ലെങ്കിൽ റെഗുലേഷൻ ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിൽ പബ്ലിക് ഹസാർഡസ് സിറ്റുവേഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലീൻ എയർ ആക്ട് 1970 ഇമ്പാർട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ക്ലീൻ എയർ ആക്ട് 1956, 1968 എല്ലാം അവിടെ ഉണ്ട്. അതിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് 1970 ആ ഒരു ഡിസിഷൻസും മറ്റുമായിരുന്നു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത സമയത്ത് ശ്രദ്ധിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഒരു ഇയർ വൈസ് ഓർഡറിലാണ് കാര്യങ്ങൾ പഠിച്ചത്. അതായത് ആദ്യം
സംഭവിച്ച എയർ പൊല്യൂഷൻ എപ്പിസോഡ് ആദ്യം എന്നുള്ള രീതിയിൽ അതിൻ്റെ കാലഘട്ടത്തിനനുസരിച്ച് ഓർഡറിലാണ് നമ്മൾ മേജർ എയർ പൊല്യൂഷൻ ഇമ്പാക്ട്സ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ എക്സാമിനേഷന് ചോദിക്കുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് എയർ പൊല്യൂഷൻ എപ്പിസോഡ്സ്, എന്താണ് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് എന്നുള്ള രീതിയിലായിരിക്കും. സോ ആദ്യം തന്നെ എയർ പൊല്യൂഷൻ എപ്പിസോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ ഹ്യൂമൻ ലൈഫ് ലിവിങ് ക്രിയേച്ചേഴ്സിന് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ്, ബുദ്ധിമുട്ടുകൾ ജനറേറ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വല്ല കെമിക്കൽസോ അല്ലെങ്കിൽ കെമിക്കൽ കോമ്പൗണ്ട്സോ സ്പ്രെഡ് ആകുന്ന ഒരു സിറ്റുവേഷനാണ് എയർ പൊല്യൂഷൻ എപ്പിസോഡ് എന്നുള്ളൊരു ഇനീഷ്യൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതിനുശേഷം മേജർ എയർ പൊല്യൂഷൻ എപ്പിസോഡ്സ് എന്ന് പറഞ്ഞിട്ട് സൾഫർ ഡയോക്സൈഡ് കോൾ ഇൻഡസ്ട്രീസിൽ നിന്ന് റിലീസ് ചെയ്യപ്പെട്ട് ഹെൽത്ത് ഇഷ്യൂസും മറ്റും ഉണ്ടായതാണ് ഒരു ഇനീഷ്യൽ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ഓഫ് എയർ പൊല്യൂഷൻ എപ്പിസോഡ്സ് എന്നുള്ള രീതിയിലൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതിനുശേഷം ഡിഫറെൻറ്റ് എയർ പൊല്യൂഷൻ എപ്പിസോഡ്സ്, നമ്മൾ പറഞ്ഞിട്ടുള്ള ഓരോ എയർ പൊല്യൂഷൻ എപ്പിസോഡ്സിൻ്റെയും പേരും ഇയറും ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ആൻഡ് ഫൈനലി ആ ഓരോ എയർ പൊല്യൂഷൻ എപ്പിസോഡ്സും സെപ്പറേറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ യൂട്യൂബിൽ മറ്റു എയർ പൊല്യൂഷൻ എപ്പിസോഡ്സിൻ്റെ വീഡിയോ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും കൂടെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആനിമേഷൻ വീഡിയോസ് കൂടെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ഓക്കെ, സോ ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൊഡ്യൂൾ 1 നിന്നും എയർ ക്വാളിറ്റി മാനേജ്മെൻറ്റിൽ ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഡിഫറെൻറ്റ് എയർ പൊല്യൂഷൻ എപ്പിസോഡ്സ് എന്നുള്ളത്. ഓക്കെ, താങ്ക് യു.